പ്ലേസിലേക്കും ആ 50 രൂപ. അസാധാരണമായ ഒരു ചെറിയ ബ്ലോക്കും കുറച്ച് ആൾക്കൂട്ടവും ഒക്കെ ഫീൽ ചെയ്ത്. എന്താണെന്നറിയാനുള്ള ആകാംക്ഷ കാരണം ഞങ്ങളിങ്ങനെ പയ്യെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോൾ കൊടൈക്കനാലിലാണ്. രാവിലെ റൂമൊക്കെ ഓരോരുത്തർ വെക്കേറ്റ് ചെയ്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോയി സ്ഥലങ്ങളൊക്കെ കാണുകയാണ്. നല്ല തിരക്കാണ്, ട്രാഫിക് ഉണ്ട്. ഇന്നലെ വന്നപ്പോൾ തന്നെ നല്ല തിരക്ക് കണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ കാര്യം പറയണ്ടല്ലോ, ഞായറാഴ്ചയല്ലേ. അപ്പം ഏകദേശം ഒരു 2 മണിയോടുകൂടി സ്ഥലങ്ങളൊക്കെ കണ്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇവിടുന്ന് തിരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. നടക്കുമെന്ന് അറിയില്ല. എൻ്റെ കണക്കൂട്ടിൽ ഒരു 4 മണിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം, ഇവിടെ കൊടൈക്കനാലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ റോഡാണ്, എല്ലാം 1 വേ ട്രാഫിക്കാണ്. അപ്പം ക്യൂവിൽ കിടന്നിട്ടാണ് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ടും ഒക്കെ നല്ല തിരക്കാണ്. അപ്പോൾ എത്രത്തോളം സ്ഥലങ്ങൾ കണ്ടു തീർക്കാൻ പറ്റും എന്നറിയത്തില്ല. പിന്നെ നമ്മുടെ വണ്ടി എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കയറത്തില്ല. ചെറിയ ചെറിയ വഴി, ലേക്കിൻ്റെ ഭാഗത്തൊക്കെ വലിയ പാടാണ്. എന്തായാലും ഇന്നലെ വന്നപ്പം ലേക്കിൻ്റെ 2 റൗണ്ട് ഇങ്ങനെ കറങ്ങി ഈ റിസോർട്ടിൻ്റെ വഴി കണ്ടുപിടിക്കാനായിട്ട്. GPS നമ്മളെന്ന് കറക്കി. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാക്കിയുള്ള എല്ലാം വീഡിയോയിൽ കാണാം. രാവിലെ ലേക്കും പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗി. ഗ്രീൻ ലേക്ക് വ്യൂ റിസോർട്ടിലായിരുന്നു താമസം. കൊള്ളായിരുന്നു, നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. സാധാരണ ഒരു 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുള്ളത്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ നമ്മൾ നേരത്തെ പോകേണ്ടതിൻ്റെ പേരിൽ അവർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പം നമുക്ക് 8 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞു. അതനുസരിച്ച് അവർ നേരത്തെ റെഡിയാക്കി നമുക്ക് തന്നു. ഇഡ്ഡലി, പൊങ്കൽ തുടങ്ങിയ നല്ല നല്ല വിഭവങ്ങളായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ലേക്കിൻ്റെ തൊട്ടടുത്താണ്, വളരെ ശാന്തമായ അന്തരീക്ഷം. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വണ്ടിയിലേക്ക് കയറുന്നു. അങ്ങനെ റിസോർട്ടൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം കൊടൈക്കനാലിലെ ഒരു പ്രധാന വിനോദമാണ് ലേക്കിൻ്റെ ഭാഗത്ത് ഈ സൈക്ലിങ്, ഡബിൾ സൈക്ലിങ് പോകുന്നുണ്ട്. ഡബിളും ഉണ്ട്, സിംഗിളും ഉണ്ട്. അത് മണിക്കൂർ വ്യവസ്ഥയിൽ നമുക്ക് വാടകയ്ക്ക് കിട്ടും. അപ്പം വന്ന് ഒരുപാട് ആൾക്കാരിങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുന്നു. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഒരു എക്സസൈസും കൂടി ആവുമല്ലോ. തിരക്കാകുമ്പം വലിയ ബുദ്ധിമുട്ടാണ് ചവിട്ടാൻ. പക്ഷെ ഇപ്പം നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്നു. ഈ റോഡ് ഈ ലേക്കിന് ചുറ്റപ്പെട്ട് കിടക്കുക. സത്യത്തിൽ ഇത് 1 വേ ട്രാഫിക്കാണ്. ഒരു സൈഡിൽ കൂടെ ഇപ്പോൾ വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ നിന്ന് കയറി വരുന്നതാണ്. രാവിലെ കടകളും കാര്യങ്ങളൊക്കെ അടവായതുകൊണ്ട് തിരക്കില്ല. രാവിലെ സഞ്ചാരികളൊന്നും രാവിലെ ലേക്കിലൊന്നും വരാറില്ല. ഉച്ചയ്ക്ക് ശേഷം ഈ റോഡിൽ നല്ല തിരക്കാണ്. നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് മോയർ പോയിൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണിത്. ഇവിടത്തേക്ക് എൻട്രി ഫീസ് 50 രൂപയാണ്. ഇവിടത്തേക്ക് മാത്രമല്ല, നമ്മളെല്ലാ പ്ലേസിലേക്കും ആ 50 രൂപയ്ക്ക് നമുക്ക് പോകാൻ പറ്റും. അത് വണ്ടിയുടെ എൻട്രി ഫീസാണ്. നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുന്നതിന് 10 രൂപ
15 രൂപ നിരക്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. കൊടൈക്കനാലിൽ ലോക്കൽ സർവീസ് നടത്തുന്ന വണ്ടികളെ തിരിച്ചറിയുന്ന സ്റ്റിക്കറാണ് ആ ഗ്ലാസ്സിൽ ഒട്ടിച്ചിരിക്കുന്ന കാട്ടുപോത്തിൻ്റെ സ്റ്റിക്കറുള്ള വണ്ടികളെല്ലാം ആ പ്രദേശവാസികളുടെയാണ്. മൊയർ പോയിൻറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അടുത്തത് ഇനിയുള്ളത് പൈൻ ഫോറസ്റ്റാണ്. നമ്മൾ പൈൻ ഫോറസ്റ്റിലെത്തിയിരിക്കുകയാണ്. മൊയർ പോയിൻറ്റിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ പൈൻ ഫോറസ്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്, പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ട്. പൈൻ ഫോറസ്റ്റിൽ നമ്മൾ ഇറങ്ങിയില്ല, തിരക്ക് കാരണം തന്നെ. അല്ല, പാർക്കിങ്ങിന് സൗകര്യമില്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. പാർട്ടിയും പറഞ്ഞ് പോട്ടെന്ന് പറഞ്ഞു മുന്നോട്ട്. അങ്ങനെ നമ്മൾ ഗുണ കേവിലെത്തിയിരിക്കുകയാണ്. ഗുണ കേവിലും നല്ല അത്യാവശ്യം തിരക്കുണ്ട്. വലിയ തിരക്കില്ല, ട്രാഫിക് ജാം ആവത്തക്ക രീതിയിലുള്ള വലിയ തിരക്കൊന്നുമില്ല. ഓടിയെത്താം. മറ്റേത് മണിക്കൂറുകളോളമൊക്കെ ഇവിടെ കിടന്നെങ്കിലേ ഇവിടെയൊക്കെ എത്തുള്ളൂ. ആ കണക്കിന് വലിയ ട്രാഫിക്കൊന്നും ഇവിടെ ഇല്ല. നല്ല രീതിയിൽ പടിയൊക്കെ കയറാനുണ്ട്. ഇപ്പോൾ ഗുണാക്കേവിലൊക്കെ വരുന്നവർ ഇച്ചിരി ഏജഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാലിന് സുഖമില്ലാത്തവർക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. ഗുഹകളൊക്കെ ഗ്രില്ലിട്ട് അടച്ചിരിക്കുകയാണ്. ഗ്രില്ലിട്ടേക്കുന്ന ഭാഗം കൊക്കയാണ്. ഇത് ഗുഹയാണ്. ഗുഹയ്ക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വഴി തെറ്റും. അതുകൊണ്ട് ഗ്രില്ലിട്ടിരിക്കുകയാണ്, ആരും ഇറങ്ങാതിരിക്കാൻ. ഞങ്ങളിവിടെ നിന്നപ്പോഴത്തേക്ക് തന്നെ ഏകദേശം കോടമഞ്ഞ് ഇറങ്ങി. നല്ല രീതിയിൽ കോടമഞ്ഞ് കയറി വരുന്നുണ്ട്. ഗുണ കേവിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പില്ലർ റോക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് ഹിറ്റായതിനു ശേഷം ഗുണ കേവിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് തിരക്ക് കുറഞ്ഞ്. കാരണം ഇ പാസിൻ്റെയൊക്കെ പ്രശ്നം വന്ന് ഇ പാസ്സൊക്കെ ഉടനെ സ്റ്റാർട്ടാവും. 7-ാം തീയതി മുതൽ ഇ പാസ് സ്റ്റാർട്ടാവുന്നു. അപ്പോൾ ഇ പാസ് എടുക്കാതെ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇച്ചിരി ക്രൗഡ് കുറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഇ പാസ് 7-ാം തീയതി മുതലേ നിലവിൽ വരുള്ളൂ, 2 ദിവസം കൂടെ ഉണ്ട്. എങ്കിലും ഒരുപാട് തിരക്കിപ്പോൾ കുറവുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പില്ലർ റോക്ക് വ്യൂ പോയിൻറ്റിലാണ്. ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പില്ലർ റോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കോടമഞ്ഞ് ഇറങ്ങി മൂടി. ഒരു മനോഹരമായ കാഴ്ചയാണ് കോടമഞ്ഞ് കാരണം നഷ്ടമായിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഗ്രീൻ വാലിയിലേക്കാണ്. ഗ്രീൻ വാലി പഴയ സൂയിസൈഡ് പോയിൻ്റ്, അതിൻ്റെ പുതിയ പേരാണ് ഗ്രീൻ വാലി. സൂയിസൈഡ് ചെയ്യാൻ പ്ലാനില്ലാത്തവർ ചിലപ്പോൾ ആ പേര് കേട്ട് സൂയിസൈഡ് ചെയ്താലോ എന്ന് കരുതിയായിരിക്കാം ആ പേര് അവർ മാറ്റിയത്. നമ്മളിപ്പം ഗോൾഫ് ക്ലബിൻ്റെ പരിസരത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള വിശാലമായ മൈതാനം ഗോൾഫിൻ്റെ ഗ്രൗണ്ടാണ്. ഗോൾഫ് ക്ലബിനകത്ത് കണ്ട ഒരു കാഴ്ച, നല്ല മനോഹരമായ പൂക്കൾ.
അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ വാച്ച്മാൻ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഗ്രീൻ വാലിയിലും കോടമഞ്ഞ് കാരണം കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും പാസഞ്ചേഴ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, നേരെ നാട്ടിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. ടൗണിൽ വന്നപ്പം അസാധാരണമായ ഒരു ചെറിയ ബ്ലോക്കും കുറച്ച് ആൾക്കൂട്ടവും ഒക്കെ ഫീൽ ചെയ്ത്. എന്താണെന്നറിയാനുള്ള ആകാംക്ഷ കാരണം ഞങ്ങളിങ്ങനെ പയ്യെ മുന്നോട്ട്. കാട്ടുപോത്തിനെ കാണുന്ന ആർക്കെങ്കിലും ഫ്രണ്ടിലുണ്ട് കാട്ടുപോത്ത്. അങ്ങനെ ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞു. ഹോട്ടൽ മഹാരാജാസ് നമ്മുടെ കൊടൈക്കനാൽ സിഗ്നലിൽ നിന്ന് നമ്മൾ തിരിച്ച് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പാർക്കിംഗ് എല്ലാം ഉള്ള ഒരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല സർവീസാണ് അവരുടേത്. നമ്മളിവിടെ സ്ഥിരം കയറുന്നത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 1 മണിയോടുകൂടി കൊടൈക്കനാലിൽ നിന്ന് വണ്ടി വിട്ടു. അങ്ങനെ ഓടി കമ്പം എത്തിയപ്പോഴത്തേക്ക് ഭയങ്കരമായ മഴ നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കമ്പമൊക്കെ അടുത്തപ്പോഴത്തേക്ക്, തേനിയൊക്കെ കഴിഞ്ഞ് കമ്പമൊക്കെ അടുത്തപ്പോഴത്തേക്ക് അതിരൂക്ഷമായ മഴയാണ്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റ് വളരെ ഡേഞ്ചറായിട്ടുള്ള കാറ്റ്. മരങ്ങളൊക്കെ മറിഞ്ഞ് കിടക്കുക, ചെറിയ രീതിയിലുള്ള പോസ്റ്റുകളും അതെല്ലാം ഇങ്ങനെ മറിഞ്ഞ് ഒരു വല്ലാത്തൊരു ഇതിലായിരുന്നു. മിന്നലും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. വേറൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കൊടൈക്കനാലിൽ എവിടെയും ഓട്ടോറിക്ഷ ഞാൻ കണ്ടില്ല. അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഓട്ടോറിക്ഷയ്ക്ക് അവിടെ പെർമിഷൻ കൊടുക്കത്തില്ലെന്നാണ്. അപ്പോൾ എനിക്കതൊരു പുതിയ അറിവാണ്. അപ്പം നിങ്ങളുടെ അറിവിൽ ഇതേപോലെ ഓട്ടോറിക്ഷയ്ക്ക് പെർമിഷൻ ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സുഹൃത്തുക്കളെ, എൻ്റെ ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.